തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പാരഡി ഗാനം അത് വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഒരു കട്ടപ്പാരയായി മാറിയ പാരഡി ഗാനത്തിനെതിരെ CPM ഇപ്പോൾ വിശ്വാസ വികാര ആയുധം പ്രയോഗിക്കുകയാണ്. തിരിച്ച മതവിശ്വാസം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസ ലംഘനമുണ്ടെങ്കിൽ നടപടി വേണമെന്നാണ് CPM നേതാക്കളുടെ ഈ വിഷയത്തിലെ നിലപാട്. എന്നാൽ പാട്ട് എഴുതിയവരെ CPM വേട്ടയാടുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചമ്പായി മാറ്റിയെ GP കുഞ്ഞബ്ദുള്ളയുടെ ഈ പാട്ട് ചില്ലറ പൊല്ലാപ്പല്ല ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയത്. ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും കാരണമായെന്ന വിലയിരുത്തലിന് പിന്നാലെ ഈ പാട്ട് സൈബറിടത്തിൽ വൈറൽ. വീണ്ടും ഹിറ്റ്. മുറിപ്പാടിൽ ഉപ്പ് തേച്ച പോലെ ഫീലിംഗ്സ് അടിച്ച് ഇടതുമുന്നണിയും. തൊട്ടുപിന്നാലെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി പരാതിയുമായി രംഗത്തെത്തി. വിശ്വാസം ഹനിച്ചു, മതവികാരം തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു. രണ്ടാവലാതിയും അന്വേഷിക്കാൻ ADGP സൈബർ പോലീസിനെ ചുമതലപ്പെടുത്തി. കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് സൈബർ പോലീസിന്റെ കൂലംകുഷമായ പരിശോധന. തിരുവാഭരണപാത സംരക്ഷണ സമിതിക്ക് പിന്തുണയുമായി CPM നേതാക്കളും രംഗത്തെത്തി. വിശ്വാസത്തിന് മുന്നിൽ ആവിഷ്കാരം ഒന്നുമല്ലെന്ന നിലപാട്. വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. പാട്ടിലൊന്നും പാർട്ടി കലങ്ങില്ലെന്ന് EP. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു 10 വോട്ട് കിട്ടാൻ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും. അതൊന്നും ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. കേസ് വന്നാലും കുലുങ്ങില്ലെന്ന് പാട്ടെഴുതിയ കുഞ്ഞബ്ദുള്ള. ഓരോരോ പ്രശ്നവും നാട്ടിലുണ്ടായ ഓരോരോ പ്രശ്നവും അതിൽ ആവിഷ്കരിച്ചേ ഉള്ളൂ, വേറൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവരെ ഇതിന് യാതൊരു പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷമല്ല ഈ പ്രശ്നം വരുന്നത്. അതങ്ങനെയാണെങ്കിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയല്ലേ ഇത് പറഞ്ഞേ. CPMന് പാട്ടിനെ പേടിയെന്ന് KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാ തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ. ഏതായാലും ഈ പാട്ടിനെ ഒളിഞ്ഞും തെളിഞ്ഞും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് BJPയും. എന്നാൽ വിശ്വാസ വികാര വ്രണപ്പെടലിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.